ഇത് യമഹ റൈഡ് ഒരു വണ്ടിയാണ്. ഇത് സർവീസ് നമ്മുടെ അടുത്ത് വന്നതാണ്. വന്ന് സർവീസിന് അതിൻ്റെ ബാക്കി ഞാൻ അഴിച്ച് നോക്കുമ്പോൾ എഞ്ചിൻ പേര കംപ്ലീറ്റ് ചെളിയായിരുന്നു. എഞ്ചിൻ പേരക്കകത്ത് കംപ്ലീറ്റ് ഉണ്ടോ ചള്ളയും ചെളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ അത് വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുവന്ന് മൊത്തം അഴിച്ചിട്ട് സീറ്റ് അഴിച്ചിട്ട് വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുവന്ന് കഴുകാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് അതിഭയങ്കരമായ ചെളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ചേട്ടനെ ഡീസലും മറ്റേ ടീപ്പൂളും എല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് അതിനകത്ത് ലിക്വിഡ് ഉണ്ട്, അതെല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് സ്പ്രേ ചെയ്യുന്നു. സ്പ്രേ ചെയ്തതിന് നല്ല ആ ചെളിയുള്ളിട്ട് ആ എഞ്ചിൻ പേരക്കകത്ത് മൊത്തം സ്പ്രേ ചെയ്ത് കംപ്ലീറ്റ് സ്പ്രേ ചെയ്ത് ആ സീറ്റൊക്കെ അഴിച്ച് സ്പ്രേ ചെയ്തിട്ട് പിന്നെ വണ്ടി നല്ലതായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകി വെള്ളം അടിച്ച് നല്ല അടിപൊളിയായിട്ട് കഴുകി കഴിഞ്ഞിട്ട് എഞ്ചിൻ പേര് ഇപ്പോൾ കണ്ടോ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആ വേസ്റ്റൊക്കെ വെച്ചിരിക്കുന്ന മറ്റേ വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള മറ്റേ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അവിടെയും മറ്റേ താഴത്തെ ഹോളിലൊക്കെ ബെൽറ്റിൻ്റെ സൈഡിൻ്റെ ഹോളിലൊക്കെയാണ് ഞാൻ ഇത് വെച്ച് വേസ്റ്റ് വെച്ച് വെള്ളം ഇറങ്ങാൻ വേണ്ടി. ബാക്കിയുണ്ടോ എഞ്ചിൻ നല്ല ക്ലീനാക്കി സൂപ്പറായിട്ട് കഴിയും. ഇനിയിപ്പം നമ്മൾ വാഷിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ ഇത് അഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനകത്ത് ചെളിയുണ്ട്. എഞ്ചിൻ പേരക്കകത്ത് എപ്പോഴും നമ്മൾ ചള്ളയിൽക്കൂടെയൊക്കെ വണ്ടി പോകുമ്പോൾ എഞ്ചിൻ പേരക്കകത്ത് ചെളി കയറാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മെക്കാനിക്കുകളെ കൊണ്ട് ചെയ്യിക്കുക, ഷോറൂമിലേക്ക് ചോദിക്കുക.